പണ്ട് CPM കേന്ദ്രങ്ങളൊക്കെ BJP കേന്ദ്രങ്ങളായി മാറ്റുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ താമര അത് BJP വലിയ രീതിയിൽ BJPക്കെതിരെ പലരും ആയുധമാക്കിയിട്ടുണ്ട്. BJP അത് BJPക്ക് ഉപയോഗപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ തൃശ്ശൂർ മറ്റത്തൂരിൽ അത്തരത്തിലൊരു ഓപ്പറേഷൻ താമര ഉണ്ടായിരിക്കുകയാണ്. അതായത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചെന്ന് BJP പാളയത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കോൺഗ്രസ് വേണ്ട ഇനി എന്ന് പറഞ്ഞ് അവിടെ അധികാരം പിടിച്ചെത്തിയാണ്. കോൺഗ്രസ് ഇപ്പോൾ വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന കോൺഗ്രസ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയശ്രീ ഞങ്ങളെല്ലാം കീഴടക്കി, ഞങ്ങളെ ജനങ്ങൾ ഇതാ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് അല്ല ഒന്നാന്തര അടിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് സാർ ഇതിനെ? തീർച്ചയായിട്ടും അത് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടായാലും ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP. ഇപ്പോൾ അവർ വിചാരിച്ചെന്നാൽ കോൺഗ്രസ്സിന് നമ്മൾ കൊടുത്തല്ലോ, എന്നീ നാം BJPക്ക് മാറി നമ്മളങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഇതിന് കാരണം എന്ന് പറയുന്നത് UDF പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് വിമതനായി വിജയിച്ച ഔസേപ്പിനെ പാർലമെൻ്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ അവിടെയാണ് ഈ കുഴപ്പം. എന്നാൽ മത്സരം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഔസേപ്പ് LDFുമായി കരിങ്കാലിപ്പണി കാണിച്ചു. ഇതോടെയാണ് ഔസേപ്പ് ചതിച്ചതിൽ ഒരു ചതി നടന്നു ആണ്, പച്ചയായ ചതിയാണ് നടന്നത്. ചതി നടന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചു. ഇനി അപ്പോൾ LDFുമായിട്ടുള്ള ബാന്ധവം വേണ്ട, കോൺഗ്രസ്സുകാരനല്ലയോ ഇത് ചെയ്ത ചതി, അതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വേണ്ട, അതുകൊണ്ട് ഇത് രണ്ടുമല്ലാത്ത BJPയിലേക്ക് ചേരാമെന്ന് തീരുമാനിച്ച് തെറ്റു പറയാനുണ്ടോ? അവരുടെ കുറ്റമാണോ? അവർ കോൺഗ്രസിനൊപ്പം തന്നെ ചതി കാണിച്ചു. LDFുമായിട്ട് യോജിക്കാൻ വേണ്ടിയാണോ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട്? ഈ LDF പണ്ടോരം മുടങ്ങാൻ പോട്ടെ എന്ന് പറഞ്ഞാണ് അവർ LDFിനെതിരെ വോട്ടിയത്. അതുകൊണ്ട് ഒത്തുകച്ചവടത്തിന് ശ്രമിക്കും. ഈ ഔസേപ്പ് ഉണ്ടാക്കിയ കുഴപ്പമാണ്. BJPക്കാരൊന്നും അവിടെ ഒരു ഓപ്പറേഷൻ കമ്മിറ്റി ഒന്നും നടത്തിയില്ല. സത്യസന്ധതയില്ലായ്മയ്ക്ക് കിട്ടിയ ശിക്ഷയാണത്. BJPക്ക് ഇതിലൊരു പങ്കും വഹിക്കാനുണ്ടോ? ആലോചിച്ച് നോക്ക്. ആ കള്ളത്തരം കാണിച്ചതിന് ജനങ്ങളോട് കാണിച്ച വഞ്ചനയല്ലേ അത്? ആ വഞ്ചനയിൽ പ്രതീക്ഷിച്ച് ജനങ്ങളുടെ വികാരമെന്ന് പറയുന്നത് ഭരണപക്ഷ വിരുദ്ധ വികാരം, ആൻറ്റി ഇൻകുംബൻസി, അത് തന്നെ ചെയ്തു. അപ്പോൾ ആ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ കോൺഗ്രസ് മാത്രമല്ല, അതുപോലെ തന്നെ BJP ആയാലും കൈകാര്യം ചെയ്യും. അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് BJP. അപ്പോൾ BJPക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ പിന്നെ LDFിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അത് മറ്റേ പണിയല്ലേ, അതിന് കൊടുത്ത ശിക്ഷയാണിത് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തരംഗം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് BJPക്ക്. നമ്മളീ പറയുന്ന ഈ വോട്ട് ഷെയർ 16% അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും 31 ഗ്രാമപഞ്ചായത്തുകളിൽ BJPയുടെ നേതൃത്വത്തിൽ NDA സഖ്യം അധികാരത്തിൽ 31 അത് നിസ്സാര കാര്യമൊന്നുമില്ല. ഈ 31 പൊന്ന് വിളയിച്ചാൽ, ഭരണത്തിൻ്റെ പൊന്ന്, സദ്ഭരണത്തിൻ്റെ പൊന്ന് വിളയിച്ചാൽ, വികസനത്തിൻ്റെ വെളിച്ചം എത്തിച്ചാൽ തീർച്ചയായിട്ടും ആ 31 എന്നത് 310 ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി. 310 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഒരു നിർണായക വകുപ്പ്, ഞാൻ MLAമാരുടെ എണ്ണമൊന്നും പറയുന്നില്ല, അതിനുണ്ടായിരിക്കും എന്നാണ്. അതുപോലെ ഒരു കോർപ്പറേഷൻ പിടിച്ചു, അതും ഒരു കമ്പ് ഒടിച്ചാലും പുളിങ്കം പൊടിക്കണം എന്നാണല്ലോ പറയുന്നത്. പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്ത് ഫലപ്രദമായിട്ട് തമ്മിലടിക്കാതെ ഭരണം നടത്തി കഴിഞ്ഞാൽ അവിടെ പൊന്നു വിളയിക്കാം. പൊന്നു വിളയിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു 50 വർഷത്തേക്കെങ്കിലും BJPയുടെ കയ്യിൽ നിന്ന് പോവുകയില്ല. അത് മുതലാണ് അഴിമതിയില്ലാതെ ഭരണം നടത്തിയ. തുടക്കത്തിൽ ചില കല്ലുകടികളൊക്കെ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് കണക്കാക്കിയാൽ മതി. അവിടെ ശ്രീലേഖ ഇറങ്ങിപ്പോകുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് തീരുന്നതിന് മുമ്പ്. അത്രയും നേരം അവർക്ക് പ്രോട്ടോകോൾ അറിയാവുന്ന ആളല്ലേ, അവിടെ കാത്തു നിൽക്കണ്ടേ? ഇപ്പോൾ ഗവർണറൊക്കെ വരുന്ന ഒരു പരിപാടി ഗവർണർ ഇറങ്ങിപ്പോവാതെ അവർ പോകാറുണ്ടോ? ഏത് DGP ആയാലും പോകാറുണ്ടോ? രാഷ്ട്രപതി വരുന്ന ചടങ്ങിൽ രാഷ്ട്രപതി അവിടെ നിന്ന് പോയി കഴിയാൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാൻ പറ്റുന്നത് തൊട്ട് പിന്നിലുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾക്ക് മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രോട്ടോകോൾ പാലിച്ചില്ല അവിടെ. ആ മര്യാദ പാലിച്ചില്ല എന്നുള്ളത് കുഴപ്പം. എന്നിട്ട് VV രാജേഷ് നേരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ. അതിൻ്റെ കാര്യം എന്തെന്നാ? BJPയെ പീഡിപ്പിക്കാവുന്നിടത്തോളം പീഡിപ്പിച്ചതാണ് മുഖ്യമന്ത്രി. തകർക്കാം. അതിനിടയ്ക്ക് ഒരു വിളിക്കേണ്ട കാര്യമുണ്ട്.
ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരനായ വി രാജേഷിന് അറിയാൻ മേത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകടികൾ ഇതൊക്കെ ഭരണ പരിചയക്കുറവിൻ്റേതായിട്ട് തന്നെ കണക്കാക്കാം. അതിൽ നിന്ന് ഒഴിവാക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും മുതലാക്കാൻ പറ്റും. വലിയൊരു ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത്രയും സീറ്റുകൾ കിട്ടുമെന്ന് ആരും വിചാരിച്ചിട്ടുള്ളതല്ല. ആ സീറ്റുകൾ തീർച്ചയായിട്ടും ജനങ്ങൾ തന്നിരിക്കുക. നിങ്ങളൊന്ന് എങ്ങനെ ഇരിക്കുമെന്നൊന്ന് നോക്കട്ടെ. നല്ല രീതിയിലാണ് ഭരണം പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സലാം പറഞ്ഞ് പിരിയാവുന്നതാണ്. അതുകൊണ്ട് BJP കോൺഗ്രസ് പോലെയല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭരണ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. തന്നെയല്ല, പണ്ട് പാങ്ങോട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടോ SDPIക്ക് ഒരു സീറ്റ് കിട്ടിയിരുന്നു പാങ്ങോട്ട്? ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശരിയായ വർഗീയത എന്താണ്, വർഗീയത ഇല്ലാതെ വികസനം കാണുന്നവരാരാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ ചതിക്കരുത്, യൗസേപ്പ് ചതിച്ച പോലുള്ള ചതിക്കരുത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് നിങ്ങൾ വികസനം കൊണ്ടുവരാനല്ല, വർഗീയത കൊണ്ടുവരാനല്ല. അതിലേക്ക് തിരിഞ്ഞു പോയാൽ ജനങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്താണ് ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ കോൺഗ്രസിന് CPM ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങളാണ് ഇത് ഇന്ത്യ ഉണ്ടാക്കിയത്, ഞങ്ങളാണ് ഇന്ത്യ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ 70 വർഷം ഇന്ത്യ ഭരിച്ചു, 70 വർഷം ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇനി ക്ലച്ച് പിടിക്കാൻ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും വല്ല ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രിയങ്കയ്ക്ക് പ്രധാനമന്ത്രി ആവണം, രാഹുലിന് പ്രധാനമന്ത്രി ആവണം, വേണമെങ്കിൽ മാദ്രയ്ക്കും ആവണം. ഒരു അവസരം കിട്ടിയ അയാളും ആവും. അതിന് ഇംപ്ലോഷൻ, അകത്തുണ്ടാകുന്ന സ്ഫോടനം, അതാണ് ഇംപ്ലോഷൻ. എക്സ്പ്ലോഷൻ അല്ല, ഇംപ്ലോഷൻ ഉണ്ടായിരിക്കുകയാണ് ഗാന്ധി കുടുംബത്തിനകത്ത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദിഗ്വിജയ് സിംഗ് പറഞ്ഞ RSSനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു. ബഹളമുണ്ടായി കഴിഞ്ഞപ്പോൾ, വിവാദമുണ്ടായി കഴിഞ്ഞപ്പോൾ അത് തിരുത്തിയും പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് പോലും മാറിക്കഴിഞ്ഞു കോൺഗ്രസിനെ. കാരണം രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം അയാൾക്ക് എല്ലാവർക്കും പോയി. പഠിപ്പിച്ചു വിട്ടത് ഡീപ് സ്റ്റേറ്റ് ആണെങ്കിലും മറ്റുള്ളവരും ഇന്ത്യ തകർക്കാൻ വേണ്ടി പഠിപ്പിച്ച ഓരോന്ന് ഇവിടെ വന്ന് പറയുന്നതോ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് പറയുന്നതോ അതല്ല. മൊത്തത്തിൽ അവർക്ക് തന്നെ മടുപ്പായി. അപ്പൊ പിന്നെ ഇയാളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് ജനുവരി 5 മുതൽ ഇന്ത്യ ഒട്ടാകെ. ഇയാളൊരു ജോഡോ യാത്ര നടന്നിട്ട് അടുത്ത് വന്ന തെരഞ്ഞെടുപ്പിലും 8 നിലയിൽ പൊട്ടി. ഇനി വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബീഹാറിൽ ചെന്ന് കുളത്തി വീണിട്ടും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് മോദിയുടെ കയ്യിലിരിക്കുന്ന ഒരു തുണി കൊണ്ട് കാഞ്ചി അത് മോദി ഇങ്ങനെ കറക്കി ബീഹാർ മോദി കൊണ്ടുപോയി. BJP കൊണ്ടുപോയി. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെയാണ് BJP ഇന്ത്യ മൊത്തവും പിന്നെ അവരെ എന്താ പറയുക, അവരുടെ അടിത്തറ അവിടെ നിന്നാണ് ഉറപ്പിച്ച് വളർന്നു തുടങ്ങിയത്. തലസ്ഥാനം പിടിച്ച് സാർ പറയുന്നത് പോലെ VV രാജേഷ് മര്യാദയ്ക്കൊക്കെ ഇരുന്ന് ഭരിച്ചാൽ BJPക്ക് തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ പല കോർപ്പറേഷനുകൾ കൊടുക്കും. ആരെപ്പോലെ VV രാജേഷൻ കളിച്ചാൽ ഇതോടുകൂടി BJPക്ക് കേരളത്തിലെ ഭരണം അവസാനിച്ചു എന്നങ്ങ് കരുതിയാൽ മതി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. തിരുവനന്തപുരത്ത് LDFന് സംഭവിച്ചത് തന്നെ BJPക്കും സംഭവിക്കും. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ചടുലത എന്ന് പറയുന്നതും.